ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് ക്ലാസ് വിത്ത് യുവർ ടീച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്റ്റാങ്കിളും പാരലലോഗ്രാമും വരയ്ക്കാൻ പഠിച്ചു. ഇന്ന് ഈ വീഡിയോയിൽ അതേ സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ച് മറ്റ് ചില ഫിഗേഴ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. നമ്മളിനി അടുത്ത ഒരു ഫിഗർ വരയ്ക്കാനായിട്ട് പോവുകയാണ്. വീണ്ടും നമ്മൾ ഇതേ സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരു രൂപം വരയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ രണ്ട് ഫിഗർ ഇപ്പോൾ പരിചയപ്പെട്ടു. ഇനി മറ്റൊരു ഫിഗർ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പം ഇവിടെയും നമ്മൾ സൈഡ്സ് ആയിട്ട് എടുക്കുന്നത് എത്ര തന്നെയാണ്? സൈഡ്സ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും. അപ്പോൾ 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും സൈഡ് വരുന്നത് പോലെ നമ്മൾ മറ്റൊരു രൂപം ഇനി വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്കെയിലും സെറ്റ് സ്ക്വയറും തന്നെയാണ്. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും ചെയ്യുന്നത് പോലെ ഞാൻ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്ത് 5 സെന്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യുന്നു. സ്കെയിൽ എടുത്ത് 5 സെന്റിമീറ്റേഴ്സ്, അതായത് ഈ പോയിന്റിൽ നിന്ന് 5 വരെ 5 സെന്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്തു. ഇപ്പൊ എല്ലാവരും കണ്ടല്ലോ, ഞാൻ 5 സെന്റിമീറ്റേഴ്സ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. 5 സെന്റിമീറ്റേഴ്സ്. ഇനി ഞാൻ എന്തെടുക്കുന്നു? ഇനി ഞാൻ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. ഇനി സെറ്റ് സ്ക്വയർ എടുത്ത് ഞാനിതേ ഈ സൈഡ് എടുക്കുന്നു. സെറ്റ് സ്ക്വയറിന്റെ ഈ സൈഡ്, നിങ്ങൾക്ക് ഏത് സെറ്റ് സ്ക്വയർ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് വലിയ സെറ്റ് സ്ക്വയറും എടുക്കാം, അതുപോലെ ചെറിയ സെറ്റ് സ്ക്വയറും എടുക്കാം. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഈ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. ഈ സെറ്റ് സ്ക്വയർ എടുത്ത് ഞാൻ ഇതിന്റെ ഈ സൈഡ് ഇതിനോട് ചേർത്ത് വെക്കുന്നു. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, ഈ സൈഡ് ഇതിനോട് ചേർത്ത് വെക്കുന്നു. ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഇതൊന്ന് പെൻസിൽ വെച്ച് ഒന്ന് അടയാളപ്പെടുത്താം. അപ്പൊ ഇതിനോട് ചേർത്ത് വെച്ച് പെൻസിൽ വെച്ച് തന്നെ ഒന്ന് അടയാളപ്പെടുത്തി. കാരണം ഇവിടെ മെഷർമെന്റ് തിരിഞ്ഞു വരുന്നത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ എടുത്തത്. ഇനി നമുക്ക് എത്ര സെന്റിമീറ്റർ മാറ്റിയെടുക്കണം? 3 സെന്റിമീറ്റേഴ്സ് എടുക്കണം അല്ലേ? അപ്പൊ ഞാനിത് 3 സെന്റിമീറ്റേഴ്സ് ഇവിടെ നിന്ന് എടുക്കുന്നു. അപ്പൊ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 3 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് സ്കെയിലിൽ മാർക്ക് ചെയ്ത് നമുക്ക് വരയ്ക്കാം. നമുക്കിത് കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളത് വരയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് 3 സെന്റിമീറ്റേഴ്സ് വരയ്ക്കാനായിട്ട് സാധിച്ചു. നോക്കി, 3 സെന്റിമീറ്റേഴ്സ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം പെൻസിൽ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. അപ്പോൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഇറേസ് ഒക്കെ ചെയ്ത് കളഞ്ഞ് കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും ഞാൻ ഇതേ സെറ്റ് സ്ക്വയർ എടുത്ത് സെറ്റ് സ്ക്വയറിന്റെ ഈ സൈഡ് വെച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വരച്ചത്. പിന്നെ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? പാരലോഗ്രാം വരയ്ക്കാൻ വീണ്ടും ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടി വരച്ച് ഈ സെറ്റ് സ്ക്വയർ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, ഇങ്ങോട്ട് വരയ്ക്കുന്നു. അങ്ങനെയായിരുന്നു ചെയ്തത് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഫിഗർ ആയിരുന്നു പാരലലോഗ്രാം. ഇനി ഞാൻ ചെയ്യുന്നത്, ഇവിടെ ഈ സൈഡ് എടുത്ത് വരച്ചു. ഇനി ഈ പോയിന്റിൽ ഞാൻ ഈ സൈഡ്, മറ്റേ സൈഡ് ഞാൻ എടുത്ത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. മറ്റേ സൈഡ് എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പൊ നമ്മുടെ ലൈനിന് നേരെയായിട്ട് സെറ്റ് സ്ക്വയർ വെക്കുന്നു. അതിനുശേഷം പെൻസിൽ വെച്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വിടുന്നു. അതിനുശേഷം ഞാനിവിടെ കറക്റ്റ് ആയിട്ട് 3 സെന്റിമീറ്റേഴ്സ് കണ്ടോ? ഇവിടെ മുതൽ ഇവിടെ വരെ കറക്റ്റ് ആയിട്ട് 3 സെന്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യുന്നു. 3 സെന്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യുന്നു. അത് നമുക്ക് പെൻ വെച്ച് ചെയ്യുന്നു. 3 സെന്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ഇപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ 5 സെന്റിമീറ്റേഴ്സ് ഞാൻ സ്കെയിൽ യൂസ് ചെയ്ത് വരച്ചു. അതുപോലെ 3 സെന്റിമീറ്റേഴ്സ്, അതുപോലെ ഇവിടെയുള്ള 3 സെന്റിമീറ്റേഴ്സ് ഞാൻ ഈ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് വരച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു രൂപം കിട്ടി അല്ലേ? ഇനി ഞാൻ ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് സ്കെയിലിന്റെ സഹായത്തോടെ ഈ ലൈനും ഈ പോയിന്റും കൂടെ ചേർത്ത് ഒരു ഇത് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പെൻസിലിന്റെ ഇതെല്ലാം എക്സ്ട്രാ ഭാഗങ്ങളെല്ലാം മായ്ച്ചു കളയാം. അപ്പൊ നമ്മൾ പെൻസിലിന്റെ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫിഗർ കിട്ടി. ഇപ്പൊ ഇതൊരു ക്ലോസ്ഡ് ഫിഗറായി, 4 സൈഡുള്ള ഒരു ഫിഗറായി. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ഫിഗർ അല്ല, അതായത് റെക്ടാങ്കിൾ ചെരിഞ്ഞിരിക്കുന്ന ഒരു ഫിഗർ ആയിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. അതായിരുന്നു പാരലലോഗ്രാം. ഇത് പക്ഷെ അങ്ങനത്തെ ഒരു ഫിഗർ അല്ല അല്ലെ? ഇങ്ങനത്തെ ഒരു ഷേപ്പ് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? കൂട്ടുകാർക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഈ ചെടിച്ചട്ടിയൊക്കെ തിരിച്ച് കമത്തി വെച്ചിരിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ റോഡ് സൈഡിലൊക്കെ റോഡ് സൈഡിൽ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ മെറ്റൽ കൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ്. അപ്പൊ ഈ ഷേപ്പിനെയാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ 2 ഷേപ്പ് പഠിച്ചു. ആദ്യം നമ്മൾ
ഏറ്റവും ആദ്യം നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കേണ്ടതിനെ കുറിച്ചും റെക്ടാങ്കിളിനെ കുറിച്ചും നിങ്ങൾ പഠിച്ചു. വീണ്ടും 4 സൈഡ് വരുന്ന മറ്റൊരു ഫിഗർ പഠിച്ചു, അതായിരുന്നു പാരലലോഗ്രാം. വീണ്ടും ഇതാ 4 സൈഡ് വരുന്ന അടുത്തൊരു ഫിഗർ, അതാണ് ട്രപ്പേസ്യം. ഇവിടെ 5 സെന്റിമീറ്റേഴ്സ് ആയിരിക്കുമോ? അതായത് ഈ സൈഡ് 5 സെന്റിമീറ്റേഴ്സ് ആയിരിക്കുമോ? അല്ലല്ലേ. 5 സെന്റിമീറ്റേഴ്സ് ഏകദേശം ഒരു 1 സെന്റിമീറ്റർ ഒക്കെയാണ് നീളം വരുന്നത്. ഇപ്പൊ ട്രപ്പേസ്യത്തിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിട്ട് വരുന്നെങ്കിലും ഈ സൈഡും എന്താവുന്നില്ല, സെയിം ആയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണെങ്കിൽ ആ 2 സൈഡും, അതായത് ഈ സൈഡും തുല്യമായിട്ട് വരുന്നില്ല എന്നുകൂടെ നിങ്ങൾ ഓർക്കുക. അതുപോലെ ഈ ഷേപ്പിന്റെ പേരാണ് ട്രപ്പേസ്യം. അപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി. കൂടുതലായിട്ടുള്ളതൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് അടുത്തൊരു ഫിഗർ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി വീണ്ടും നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു സ്കെയിലും സെറ്റ് സ്ക്വയറും തന്നെയാണ്. അപ്പൊ വീണ്ടും നമ്മളൊരു സ്കെയിൽ എടുക്കുന്നു. ഇതാ എത്ര സെന്റിമീറ്റേഴ്സ് വരയ്ക്കണം? നമ്മളിവിടെ എടുക്കുന്ന സൈഡ്സ് 5ഉം 3ഉം ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് വീണ്ടും ഒരു 5 സെന്റിമീറ്റർ ലെങ്തില് ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പറയുന്നു. അപ്പൊ നമ്മൾ വീണ്ടും 5 സെന്റിമീറ്റർ ലെങ്തില് ഒരു ലൈൻ വരച്ചു. ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും സെറ്റ് സ്ക്വയർ എടുക്കുക. അപ്പൊ ഇത് ഞാൻ ഈ സെറ്റ് സ്ക്വയർ എടുത്തു. സെറ്റ് സ്ക്വയർ എടുത്ത് വെച്ചതിന് ശേഷം ഈ ലൈനും ഈ സെറ്റ് സ്ക്വയറും ഒരേപോലെ വെച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇനി അതിനുശേഷം ഈ ലൈൻ അങ്ങ് നീട്ടി വിടുക. ഇതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ പെൻസിൽ വെച്ച് ഇതൊക്കെ നീട്ടി വിടുന്നു. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഈ ലൈനില് ഈ എൻഡില് ഈ സെറ്റ് സ്ക്വയറിന്റെ മറ്റേ അറ്റം കൊണ്ടുവന്ന് നിങ്ങൾ പ്ലേസ് ചെയ്യും. അപ്പൊ നോക്കിയേ, ഇതുപോലെ സെറ്റ് സ്ക്വയറിന്റെ നേരെ, ആ ലൈനിന് നേരെ സെറ്റ് സ്ക്വയർ വയ്ക്കുക. അതിനുശേഷം ഇവിടുന്ന് നിങ്ങൾ ആ സെന്റിമീറ്റേഴ്സ് അളവൊന്നും നോക്കണ്ട, നീട്ടി വിടുക. അപ്പൊ നോക്കിയേ, ഇങ്ങനൊരു രൂപം നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്നും സെറ്റ് സ്ക്വയറിന്റെ ലെഫ്റ്റ് സൈഡ് നീട്ടി വിടുന്നു. അതുപോലെ ആ ലൈനിന്റെ ഈ പോയിന്റിൽ നിന്നും സെറ്റ് സ്ക്വയറിന്റെ ഇതും നീട്ടി വിടുന്നു. നമ്മളിവിടെ എടുത്തത് 5 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പൊ നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അപ്പൊ ഇതേ സെറ്റ് സ്ക്വയറിന്റെ ലെഫ്റ്റ് സൈഡ് നീട്ടി വിട്ടപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ലൈനായിരുന്നു. ഞാൻ അതങ്ങ് ജോയിൻ ചെയ്തു. കുട്ടിമുട്ടി എവിടം വരെ മതി. ഇനി ഇത് സെറ്റ് സ്ക്വയറിന്റെ നേരെ നമ്മൾ വരയ്ക്കുന്നു. ഇനി നമുക്ക് അനാവശ്യമായിട്ട് വന്നിരിക്കുന്നത് നമുക്കതെല്ലാം ഇറേസ് ചെയ്ത് കളയാം. നമ്മളോട് ഈ അളവും ഒരു പ്രത്യേക രീതിയിൽ എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് നീട്ടിവിടാം. അപ്പൊ നീട്ടിവിട്ടപ്പോൾ ഒരു പോയിന്റിൽ അത് കൂട്ടിമുട്ടിയപ്പോൾ ഇത് 3 സൈഡുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടി. അപ്പൊ കൂട്ടുകാർക്ക് ഈ ഫിഗറിന്റെ പേര് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. എന്താണ് ഇതിന്റെ പേര്? ഇതാണ് ട്രയാങ്കിൾ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ നമ്മൾ സ്കെയിലും സെറ്റ് സ്ക്വയറും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് ഫിഗേഴ്സ് ഇപ്പൊ വരയ്ക്കാൻ പഠിച്ചല്ലേ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആദ്യമായിട്ട് നമ്മൾ റെക്ടാങ്കിൾ വരച്ചു. അതിന് 4 സൈഡായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ പാരലലോഗ്രാം വരച്ചു. 2 രീതിയിലുള്ള പാരലലോഗ്രാംസ് നമ്മൾ വരച്ചു. അതിനുശേഷം ട്രപ്പേസ്യം നമ്മൾ വരച്ചു. ട്രപ്പേസ്യം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കണ്ടു. സ്കെയിലും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ വരച്ചു. വീണ്ടും സ്കെയിലും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ഇത് ഈ 4 ഫിഗേഴ്സ് നിങ്ങൾ സ്കെയിലും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് പഠിച്ചു. ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കണ്ട് ഈ 4 ഫിഗേഴ്സും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കുക. സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ച് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് വരയ്ക്കാൻ നിങ്ങളെല്ലാവരും പഠിച്ചല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനുമായി കാണാം. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.